വെസ്റ്റേൺ സിഡ്നിയിലുള്ള ഞങ്ങളുടെ ഒരു കൊച്ചു മലയാളി കൂട്ടായ്മയുടെ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള സ്പോർട്സ് ഡേ ആഘോഷങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ വീക്കെൻഡ് ഉണ്ടായിരുന്നത്. അതിൻ്റെ രസകരമായ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത്. നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ വെച്ചിട്ടായിരുന്നു പരിപാടി നടന്നത്. ഷാർപ്പ് 10 മണിക്ക് എത്താൻ പറഞ്ഞത് കാരണം 10:45 ഞങ്ങൾ സ്ഥലത്തെത്തി. അപ്പോഴേക്കും ഗ്രൂപ്പിലത്തെ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ വലിയ ഇവൻറ്റുകൾക്കാണ് ഗ്രൂപ്പിലത്തെ എല്ലാവരും നമ്മൾ കാണാറ്. കുറേ നാൾ കഴിഞ്ഞ് കണ്ട സന്തോഷത്തിൽ എല്ലാവരും ആയിട്ടൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് സെഷനൊക്കെ നടന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഫോർമൽ പരിപാടിയിലോട്ട് കടക്കാരായി. ആദ്യം തന്നെ ഒരു പരേഡായിരുന്നു. പ്രസിഡന്റ് ജിൽസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഗ്രൂപ്പിലത്തെ മുതിർന്ന സ്പോർട്സ്മാനായ ബെന്നിച്ചേട്ടന് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നാലെ കുട്ടികളും പ്രായമായവരും എല്ലാവരും പാടെ അങ്ങനെ വരിയായി നടന്ന് ആ ഗ്രൗണ്ടിലുള്ള 2 യൂക്കാലി മരത്തിൻ്റെ ചുറ്റും റൗണ്ട് അടിച്ചതായിരുന്നു ഞങ്ങളുടെ പരേഡ്. തൊട്ടടുത്ത പാർക്കിൽ കളിക്കാൻ പോയ കുട്ടികളൊക്കെ ഗ്രൂപ്പിലെ മെയിനായ റിൻഡോ വിസിലടിച്ച് വിളിച്ച് കായിക മാങ്ങാൻ തുടങ്ങി. ഇതൊക്കെ സ്പോർട്സ് കമ്മിറ്റിയിലുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും ഏജ് വെച്ച് കാറ്റഗറൈസ് ചെയ്ത് ഏറ്റവും ചെറിയ കുട്ടികളെ കൊണ്ട് കളറിങ്ങും ഡ്രോയിങ്ങും ആയിട്ടായിരുന്നു ആദ്യത്തെ ഇവൻറ്റ്. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയും ഇന്നസെൻസ് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും നന്നായി ചിത്രം വരച്ചിരുന്നു. അതൊക്കെ ഒരു കാലം. മിഠായി പെറുക്കലായിരുന്നു കുട്ടികളുടെ അടുത്ത ഇവൻറ്റ്. ഏറ്റവും കൂടുതൽ മിഠായി പെറുക്കിയ കുട്ടീനെ കണ്ടെത്താൻ വേണ്ടി സ്പോർട്സ് കമ്മിറ്റി അതീവ സൂക്ഷ്മതയോടെയാണ് ഓരോ മിഠായും എണ്ണി തിട്ടപ്പെടുത്തിയത്. പിന്നെ കുട്ടികളുടെ റണ്ണിങ് റേസ് തുടങ്ങി. അണ്ടർ 5 എന്ന് പ്രൊമോഷൻ കിട്ടി എമി പ്രാവശ്യം 6 to 10 ഇയേഴ്സിൻ്റെ കൂടെ ഓടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഒരു ഇടക്കാലാശ്വാസത്തിന് ഷീബ കൊണ്ടുവന്ന് വന്ന മുറുക്ക കഴിച്ചതിന് ശേഷം അടുത്ത കലാപരിപാടികൾ തുടങ്ങി. അഞ്ചുസ്ഥാനി കണ്ടുപിടിച്ച ഈ അതീവ സാഹസികമായ കളിയിൽ തലയുടെ മുകളിൽ ഒരു പ്ലേറ്റും അതിലൊരു ഉരുണ്ട ബോളും വെച്ച് ഫിനിഷിംഗ് ലൈനിലോട്ട് ആദ്യം ഓടിയെത്തുന്നതായിരുന്നു മത്സരം. നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായ ഈ ഒരു ഗെയിമിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്തെങ്കിലും തുടക്കത്തിൽ തന്നെ കാറ്റ് ചതിച്ചത് കാരണം ഫിദ പുറത്തായി. ലൈല ചേച്ചിയും ജാസ്മിയൊക്കെ സൂക്ഷിച്ച് മുന്നേറിയപ്പോൾ ഡാൻസും കളിച്ചുകൊണ്ടായിരുന്നു അതുല്യ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തത്. കുട്ടികൾ പിന്നെയും ഓടിക്കൊണ്ടേയിരുന്നു. പിന്നെ മുതിർന്ന സ്ത്രീകളുടെ റേസിനായി ഗ്രൂപ്പിലെ മെയിനായ റിൻഡോ നിർബന്ധിച്ച എല്ലാ സ്ത്രീകളും വന്നു. പഴയ സ്പ്രിൻ്ററും സ്പോർട്സ് ചാമ്പ്യനൊക്കെ ആയിരുന്ന ഫിദ ഒരു മേജർ ആക്സിഡൻറ്റിന് ശേഷം സ്പോർട്സിൽ നിന്ന് വിരമിച്ചിരിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ ഇവരൊക്കെ സെക്കൻഡ് പ്രൈസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്തേനെ. പതിവ് പോലെ റൂട്ടിയിലത്തെ ഷാരൂഖ് ഖാൻ്റെ മോള് ജെന്നി തന്നെയാണ് ഈ പ്രാവശ്യം ജയിച്ചത്. പിന്നെ ബെന്നിച്ചേട്ടനെ സ്പൈക്സ് എടുത്തിട്ടു. സെബാസ്റ്റ്യൻ വാമപ്പ് തുടങ്ങിയതുകൂടി മുതിർന്ന ആണുങ്ങളുടെ റേസിന് സമയമായി. തോൽവിയുടെ ഭയത്തിൽ ഞാൻ പിന്മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ ഫിദ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഓടിച്ചു. ബെന്നിച്ചേട്ടനോടും സെബാസ്റ്റ്യനോടുള്ള ബഹുമാനം കാരണം 3ാം സ്ഥാനം മതി എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. പണ്ട് ഇവരുടെ കൂടെ ഓടിയിട്ട് ഏറ്റവും ലാസ്റ്റ് വന്നത് കാരണം ഇപ്രാവശ്യം സമ്മാനം കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. ഗ്രൂപ്പിലെല്ലാവരും വളരെ കോമ്പറ്റീറ്റീവ് ആയത് കാരണം ഓണത്തല്ല ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല ആംഗിളിൽ നിന്ന് എടുത്ത വീഡിയോ റെക്കോർഡിങ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംപ്രഹെൻസീവ് റിവ്യൂ പ്രോസസ്സിലൂടെയാണ് ഓരോ ഇവൻറ്റിൻ്റെയും വിന്നേഴ്സിനെ ഫൈനലൈസ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്തത്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.